ഹലോ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതേ ഒരു അറേബ്യൻ സ്റ്റൈലുള്ള ഒരു ബ്രെഡ് പുഡിംഗ് കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ പോയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു, അനിയത്തിയും ജ്യേഷ്ഠത്തി അവരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചെന്നാൽ പുഡിംഗ് ഉണ്ടാക്കാം. 1.5 ലിറ്റർ പാലെടുത്തിരിക്കുന്നു കേട്ടോ. അതിൽ കുറച്ച് പാൽ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പാൽ നല്ലോണം തിളപ്പിക്കുക കേട്ടോ. നല്ലോണം തിളപ്പിച്ച് ചൂടായതിന് ശേഷം കുറച്ച് പഞ്ചസാര, ഒരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച പാലിൽ ഒരു 4 ടേബിൾ സ്പൂൺ കേട്ടോ പിന്നെ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. കട്ട പിടിക്കാതെ നോക്കണം കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് കുറുകി വരുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു പുഡിംഗ് കേട്ടോ. പിന്നെ എല്ലാവരും ഉണ്ടാകുമ്പോഴും നമുക്ക് കഴിക്കാനൊക്കെ നമ്മൾ പെരുന്നാളൊക്കെ ആകുമ്പോഴേ നമുക്ക് ഒരു സ്വീറ്റ്സ് കൊടുക്കണമെങ്കിൽ നമുക്ക് തലേന്ന് തന്നെ ഉണ്ടാക്കി വെക്കാം കേട്ടോ ഫ്രിഡ്ജിൽ. എന്തായാലും അത് കുറുകി വരുന്നത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിൻ്റെ കൂടെ ഞാൻ വേറൊരു ബൗളിൽ കുറച്ച് ഫ്രഷ് ക്രീമും അതിൻ്റെ കൂടെ കുറച്ച് മിൽക്ക് മെയ്ഡും ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു അരക്കപ്പ് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുള്ളൂ കേട്ടോ. ചെറിയൊരു മിൽക്ക് മെയ്ഡ് വാങ്ങിച്ചിട്ടുള്ളൂ, അതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. നല്ലോണം മധുരം ഉണ്ടാവും കേട്ടോ. മധുരം ഒരുപാട് വേണവർക്ക് അത് മുഴുവനായിട്ട് ചേർക്കാം. ഞാൻ 2 പാക്കറ്റ് ബ്രെഡായിട്ട് എടുത്തിരിക്കുന്നത്. ഞങ്ങൾ ഒരുപാട് പേരുണ്ടായതുകൊണ്ട് കേട്ടോ. പിന്നെ ഞാൻ വലിയൊരു ട്രേയിലാണ് ഉണ്ടാക്കുന്നത്, പുഡിംഗ് ട്രേയിൽ. എന്തായാലും ബ്രെഡ് കട്ട് ചെയ്യുക കേട്ടോ. ബ്രെഡ് കട്ട് ചെയ്യുന്നത് ഞാൻ കാണിക്കാൻ മറന്നു. അതിൻ്റെ 4 സൈഡും കട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. അതിൻ്റെ താഴത്തെ ലെയറിൽ നമ്മൾ ഫസ്റ്റ് ബ്രെഡ് വെച്ച് കൊടുക്കുക. ഇതുണ്ടാക്കുന്ന സമയത്ത് കറണ്ട് ഇങ്ങനെ പോയിരുന്നു കേട്ടോ. കറണ്ടും ഇൻവേർട്ടറും എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായിരുന്നു. എന്തായാലും ഒരു ക്ലിയർ കുറവുണ്ടാവും. ആദ്യത്തെ ലെയർ വെച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച കസ്റ്റാർഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നേ, അല്ലെങ്കിൽ അത് കട്ട പിടിക്കും പെട്ടെന്ന്. നമ്മൾ എത്രയോ വെക്കുന്നത് അതിനനുസരിച്ച് നമുക്കിങ്ങനെ കട്ട പിടിച്ചിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്തിന് നമ്മൾ കുറച്ച് ലൂസിൽ ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. അതിനുശേഷം ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡും ഉണ്ടാക്കി വെച്ച് അത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അത് ചെറുതായിട്ട് മതി കേട്ടോ. നമ്മൾ കസ്റ്റാർഡ് മിൽക്ക് ഒഴിക്കുന്ന പോലെ വേണ്ട, കാരണം ഭയങ്കര മധുരമായി പോവും. അതൊഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ബദാം ക്രഷ് ചെയ്ത് കേട്ടോ, പിസ്തയും അതുപോലെ സാഫ്രോൺ കേട്ടോ. സാഫ്രോൺ കുറച്ചിട്ടാൽ മതി. ഒരു സാഫ്രോണിൻ്റെ ടേസ്റ്റ് ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല, പക്ഷേ ഇതൊരു അറേബ്യൻ പുഡിംഗ് ആയതുകൊണ്ട് സാഫ്രോൺ വേണം കേട്ടോ. അതിനുശേഷം രണ്ടാമത്തെ ലെയർ ബ്രെഡ് വെച്ച് കൊടുക്കുക കേട്ടോ. ബ്രെഡ് കട്ട് ചെയ്തുകൊണ്ട് വെച്ച് കൊടുക്കുക. എന്നിട്ടിതുപോലെ സെയിം നമ്മൾ ഫസ്റ്റ് കസ്റ്റാർഡ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡുള്ളത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ പെരുന്നാളിനൊക്കെ പായസമാണല്ലേ ഉണ്ടാക്കാറ്. ചിലവർ പുഡിംഗ് ഉണ്ടാക്കും, എന്നാൽ കൂടുതൽ പായസമാണല്ലേ. പക്ഷേ എനിക്ക് തോന്നുന്നു പായസത്തിലേറെ ടേസ്റ്റ് ഇതായിരിക്കും. പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തലേന്ന് റെഡിയാക്കി വെച്ചാൽ മതി, എന്നാൽ പിറ്റേന്ന് നമുക്ക് സമയം കിട്ടില്ലല്ലോ. അപ്പോൾ ഏറ്റവും എളുപ്പമുള്ളൊരു പരിപാടി കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. എന്നിട്ട് ഏറ്റവും ടോപ്പിൽ നമ്മൾ ബ്രെഡ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ പിസ്തയും ബദാമും സാഫ്രോണും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണേ. ഫ്രിഡ്ജിൽ വെച്ചാൽ ഏറ്റവും ടേസ്റ്റാണ്, പെട്ടെന്ന് എടുക്കരുത്. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. എല്ലാവർക്കും അറിയാമായിരിക്കും, ചിലവർ ഓരോരോ വ്യത്യസ്ത രീതിയിലല്ലേ ഉണ്ടാക്കുന്നത്.